പിന്നെ എന്ത് തോരൻ വെക്കുമെന്ന് ഓർത്ത് അങ്ങനെ നിന്നപ്പോഴല്ല എന്നാൽ കുറച്ച് ചീര പറിച്ച് നമുക്ക് തോരൻ വെക്കാമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങളുടെ ചീരത്തോട്ടത്തിലോട്ട് പോയിട്ട് അവിടുന്ന് കുറച്ച് ചീര പറിച്ചെടുത്തു. എന്നിട്ട് പറിച്ചെടുത്തു ഒരു 15 ചുവട് ചീര പറിച്ചെടുത്ത് എന്നാൽ അതൊന്ന് അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് പാചകം ചെയ്യാം. ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് കടുക്, ഞങ്ങൾ ഇച്ചിരി അരിയും കൂടെ ഇടും. ഈ ചീരയൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് അരിയും കൂടെ ഇടും. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, സവോള, പച്ചമുളക് ഇതെല്ലാം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ആ അരിഞ്ഞു വെച്ച തണ്ട് അതിലോട്ട് ആദ്യം ഇട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെയാണ് ആ ഇല ഇട്ട് കൊടുക്കുന്നത്. ഇല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്നുകൂടി മൂടി വെച്ച് വേവിക്കും. പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് തേങ്ങ ഇട്ട് അതിലോട്ട്